പാരീസ് ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ പാർലമെന്റിൽ പ്രതിഷേധം. മല്ലികാർജ്ജുൻ ഖാർഗെയും ജഗ്ദീപ് ധൻകറും തമ്മിൽ തർക്കമുണ്ടായി. വിനേഷ് ഫോഗട്ട് വിഷയം ചർച്ച ചെയ്യണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടു. ഒന്നും റെക്കോർഡിൽ വരില്ലെന്ന ജഗ്ദീപ് ധൻകറും നിലപാടെടുത്തതോടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. Please take your seat, leader of the opposition. Please take your seat. Yes, sir. What do you wish to say, sir? Sir, I want to say, sir. Yesterday only we raised this issue, sir, and it is a very important issue, sir. Not only concerned to a particular sir, what individual. Is the point you are making? No, this Fogart. You want to discuss it? Yes. Discuss. And who is behind this? And how only 100 sir, grams. Nothing else is going on record. Nothing else is going on record. I will not allow the House to be used as such a platform. Please, sorry. Avail the rules, sorry. Shri, nothing going on record. Shri Kartikeya Sharma demand to establish defense maintenance, repair and overhaul hub in Ambala. Yes. Sir, this is a request for establishing defense maintenance, repair and overhaul MRO hub in Ambala. आज मैं आपके सामने अम्बाला നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് രേഖകളിൽ ഉണ്ടാകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ധൻകർ പറയുന്നത്? ഖാർഗെ ഈ വിഷയം രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്കാണ് പാർലമെന്റിൽ ഉന്നയിക്കാനിരുന്നത്. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. രാവിലെ തന്നെ എംപിമാർ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി രാജ്യസഭാ പ്രതിപക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേൽക്കുകയും അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ജഗ്ദീപ് ധൻകർ സ്വീകരിക്കുകയും ചെയ്തു, ചെയർമാൻ സ്വീകരിക്കുകയും ചെയ്തു. ഒന്നും റെക്കോർഡിൽ വരില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനുശേഷം അദ്ദേഹം പറയുകയും ചെയ്തു, ഈ രാജ്യം ഒറ്റക്കെട്ടായി വിനേഷ് ഫോഗട്ടിന് ഒപ്പമുണ്ട്. ഇത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്, തനിക്ക് പോലും അത് വലിയ വേദന ഉണ്ട്, എല്ലാവരും ഇതിൽ പ്രതികരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്. പിന്നാലെ JP നദ്ദ BJPയുടെ രാജ്യസഭാ നേതാവ് കൂടിയാണ്, അദ്ദേഹം എഴുന്നേറ്റ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരിക്കുന്നു. 140 കോടി ജനങ്ങളും വിനേഷ് ഫോഗട്ടിന് ഒപ്പമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ കഴിയാവുന്നതെല്ലാം ഒളിമ്പിക് അസോസിയേഷൻ അടക്കം ചെയ്യാനുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി. എന്നാൽ ഈ മറുപടി കൊണ്ട് പ്രതിപക്ഷം സംതൃപ്തരായില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ പിന്നെയും പ്രതിഷേധിക്കുകയും പിന്നീട് അത് വലിയ തലത്തിൽ ചെയർമാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും തമ്മിൽ വാക്പോരിലേക്ക് പോവുകയും ക്ഷുഭിതനാവുന്ന ചെയർമാൻ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്താണെങ്കിലും വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ അത് തൃപ്തികരമല്ല എന്ന നിലപാടാണ് ഇതിൽ പ്രതിപക്ഷത്തിന് ഉള്ളത്. കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യണം. ഏത് തരത്തിലാണ് ഈ അയോഗ്യത ഉണ്ടായത്, ഇതിലെന്തെങ്കിലും മറ്റെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം സംശയിക്കുന്നു. പ്രത്യേകിച്ച് മുൻകാലഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരും വിനേഷ് ഫോഗട്ടുമായി ഉണ്ടായിരുന്ന വലിയ തർക്കങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഇത്തരത്തിൽ സംശയത്തിലേക്ക് പോകാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇവിടെ ഉയർത്താൻ തീരുമാനിക്കുകയും എന്നാൽ അതിന് അനുമതി ചെയർമാൻ നിഷേധിക്കുകയും നൽകാതിരിക്കുകയും ചെയ്ത സ്മൃതി. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.